അങ്ങനെ നമ്മുടെ മേതൂട്ടി ഇവിടെ വന്ന് കുളി കഴിഞ്ഞു കേട്ടോ. നേക്കുട്ടീനെ കിട്ടും അല്ലേ? ഒരു വൈകുന്നേര സായാഹ്നത്തിൽ അമ്മാമ്മയും മോനും കൂടി ഇങ്ങനെ ഊഞ്ഞാലാടി രസിക്കോ എന്നിട്ടാ. എനക്കത്ര സുഖമൊന്നുമില്ല. കൊറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാലാവസ്ഥ കിട്ടുന്നത്. എനക്ക് വലിയൊരു സുഖമൊന്നുമില്ല. ഇന്നലെ വരെ നല്ല മഴയായിരുന്നു. അച്ഛൻ ഒരു സാധനം കാണിച്ചേ, റോക്കറ്റ് പോയ വരിയതാ. റോക്കറ്റ് പോയ മര പോലും റോക്കറ്റ് പോയി കഴിയുന്നില്ല ബ്രദർ. എന്താ മണിക്കൂട്ടാ എനിക്ക് പ്രശ്നം? അപ്പൊ ഇന്ന് പൊൽച്ചക്ക് ഒരു 4 മണിയാകുമ്പോൾ മണിക്കൂട്ടൻ വന്ന് പറയുന്നു മണിക്കൂട്ടന് ചെവിക്ക് തീരെ സുഖമില്ല, ചെവി വേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ മണിക്കൂട്ടനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. ആരെയെ കാണിക്കണ്ട്? ഇതാരാണ്? കന്യാകുമാരി. അങ്ങനെ നമ്മൾ എവിടെ എത്തിയത്? ആ മണിക്കൂട്ടനാ രാവിലെ നല്ല ഫ്രീ ആയി. മണിക്കൂട്ടൻ രാവിലെ ഒരു 6 മണിക്കുണ്ട് പിന്നെ വിളിക്കുന്നു. 6 മണിയൊന്നല്ല, ഒരു 4 മണിന്നാ ഞാൻ പറഞ്ഞത്. 6 മണി കഴിഞ്ഞാ? അല്ല, അതല്ല, 4 മണിക്ക് വേദന. ഷോ നമ്മളെ വിളിക്കുന്ന 6 മണിക്കാണ്. 2 മണിക്കൂർ ഞാൻ സഹിച്ചു പിടിച്ചു. പുതപ്പ് മൂടി ഇങ്ങനെ കെട്ടി മറ്റേ ചെവിയും പൊത്തി സഹിച്ചു പിടിച്ചു. പിന്നെ പറ്റുന്നില്ല. എന്നിട്ട് നേരെ നിങ്ങളോട് വന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ രാവിലെ ഇവനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിക്കുട്ടന് എന്താന്ന് പ്രിയെന്ന് പറഞ്ഞു, നീരിറക്കം. അതായത് വെള്ളം കയറിയതോ അങ്ങനെയൊന്നല്ല, കവക്കെട്ടിന്റെ നീരിറക്കം. അപ്പൊ ഓന് ചെറിയ ജലദോഷം ഉണ്ടായിരുന്നു മുന്നേ. അപ്പൊ അതായിട്ട് നീരിറക്കം വന്നു എന്നാ പറഞ്ഞത്. ഇനിയിപ്പം 2-3 ദിവസത്തേക്ക് നേരത്തെ തല കുളിക്കണമേ, ലൈറ്റ് ചൂടുവെള്ളത്തിൽ തല കുളിക്കണം എന്നാ പറഞ്ഞത്. മേലും ചൂടുവെള്ളം. തല ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന വെള്ളം നല്ല പതക്കുന്ന വെള്ളത്തിലാണ് ചൂടുവെള്ളത്തിലാ കുളിക്കല്. അപ്പൊ കുളത്തിലും ഇതൊന്നും വിടണ്ട പറഞ്ഞു. അതുകൊണ്ട് ഇപ്പം അതുകൊണ്ട് സന്തോഷമുണ്ട്, കുറച്ച് ശരിയായി. ഇതിനൊന്നും കഴിച്ചിട്ട് ഇന്ന് പിന്നെ രാവിലെ ആ ഒരു വേദന വന്നതിന് പിന്നെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ട് അതിന്റെ ഒരു ക്ഷീണം നല്ലോണം ഉണ്ട്. കാണുന്ന എനർജി മാത്രമേ ഇല്ലൂ, ഉള്ളില് വെറും. അയ്യോ എന്റെ അമ്മ, ഇന്നലെ വരെ ഇവൻ ഇടുന്ന് തിമിർത്ത് ആടി നടന്നതാന്ന്. ഒറ്റതാ നോക്കി അവൻ അടിച്ചാ മറ്റേ ഇന്ന് ബോൾ തൊടാൻ പറ്റിയിട്ടേക്ക് സങ്കടം ഉണ്ട്. നാളെ സൺഡേ ആണ്. മേതൂട്ടിക്ക് ഇപ്പം ഈ മഴേൻ്റെതായിട്ട് കുറെ ദിവസം ലീവ് കിട്ടിയോണ്ട് ഏതാ ദിവസം എന്നൊന്നും അറിയില്ല. ഇപ്പൊ ഓണത്തിന്റെ ലീവ് കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ഇനിയിപ്പോ ഓണപരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓണപരീക്ഷ കഴിഞ്ഞിട്ട് ഇവർക്ക് പരീക്ഷക്ക് മുന്നേ ഇവർക്ക് ലീവ്. 23-21 ഓണത്തിന്റെ വെക്കേഷൻ തുടങ്ങും അല്ലേ? ഇപ്പൊ അത് സെയിം വെക്കേഷൻ പോലെ തന്നെയായല്ലേ? 10 ദിവസം. മേതൂട്ടിക്ക് 10 ദിവസത്തിന് മുകളിലായി ഇപ്പൊ ലീവ്. അപ്പൊ ഏതായാലും മേതൂട്ടിക്ക് നല്ല സന്തോഷായിട്ടാ. സന്തോഷം ഉണ്ടാ? അതെയാ? സന്തോഷമൊന്നുമില്ല, ചെറിയൊരു സന്തോഷം. നമുക്ക് മുടി മുറിക്കാൻ പോണ്ടേ ഇപ്പം? അപ്പൊ നമ്മൾ ഇന്ന് മേതൂട്ടിന്റെ മുട്ട അടിക്കാൻ പോയെന്ന്. ഇതാ നമ്മൾ ഇത്രയും പേര് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. മേതൂട്ടിക്ക് ബോയ് കട്ട് അടിക്കാൻ വേണ്ടിട്ട് പോയിരുന്നു. രാവിലെ എണീച്ചിട്ട് മുടി കെട്ടി കൊടുക്കാനൊന്നും സമയമില്ല. മേതൂട്ടിക്ക് 2 ഭാഗത്ത് കെട്ടി കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ബോയ് കട്ട് അടിക്കാൻ അല്ലേ. ആദ്യം ഞാൻ വിചാരിച്ച അമ്മമ്മക്കും മേതൂട്ടിക്കും ഒരുമിച്ച് അടിക്കും. പക്ഷെ അമ്മമ്മ സമ്മതിക്കുന്നു. അമ്മമ്മയോട് പറഞ്ഞു, അമ്മമ്മക്ക് ദേഷ്യം ഞാൻ വരും. ബോയ് കട്ട് അടിക്കണം. അങ്ങനെ എന്നെ മുഖേ കാണാൻ വൃത്തിയുണ്ടാവില്ല. അമ്മമ്മേ, അവർക്ക് മുട്ടയിട്ട് തൊപ്പിട്ടിട്ടില്ലേ? മുട്ട അടിച്ച് തൊപ്പിടിച്ച് കണ്ണടി വെച്ചിട്ടില്ലേ? മറ്റേ മാലി വെച്ചിട്ട് അമ്മമ്മക്കും അമ്മമ്മക്ക് ബോയ് കട്ടാണെങ്കിൽ അമ്മമ്മേനെ കൂട്ടാം. നമ്മള് കണ്ട ലൈൻ പോയി. അവിടെ നോക്കിയ ലൈൻ പോയി. അത് പോവും. അത് കുറച്ച് നേരം ഉണ്ടാവില്ല. അമ്മമ്മ പറഞ്ഞു റോക്കറ്റ് പോകുന്നുണ്ടാ? പോകുന്നില്ല. അതങ്ങെത്തിയതാ ആ റോക്കറ്റ്. അമ്മമ്മ പറഞ്ഞു അമ്മമ്മക്ക് കറുപ്പടിച്ച് തന്നാ മതി. കറുപ്പടിച്ചു എന്ന് പറയുമ്പോ ഞാനിതാ നമ്മളൊരു മാഷിന് ഇതുപോലെ കറുപ്പടിച്ചിട്ട് മൊത്തം അലർജി വന്നതിനല്ലേ. ഞാനത് അമ്മക്ക് പൊതുവെ ചെറിയ ആൾക്ക് ഇത് പിന്നെ ഈ കളറിങ് പറ്റൂല. ചില അലർജി ഇതെന്താന്ന് വെച്ചാല് അമ്മ ഇതിന് മുന്നേ നമ്മ ഒരു പിന്നെ എന്താന്നുമേത് മൈലാഞ്ചി തടിയിട്ട് ഹെന്നേന്റെയാ? ഹെന്ന തടിയിട്ട് റോസ് കളറ് വന്നിട്ട് ആള് ചോദിക്കുന്ന ഇതെന്നാ നീ തലക്ക് തടീനി. ഞാൻ എപ്പം കൺമഷി കെട്ടിച്ച് വാരി തേച്ചിട്ട് പോകും.
ദിവസമല്ലോ 10 നാൾ ആയി പിന്നെ പ്രിയ പറഞ്ഞു സൂപ്പറാവും എന്ന് പറഞ്ഞതാണ്. അത് കറുത്ത മുടി വരുന്ന പറഞ്ഞിട്ട് തേച്ചിനി. ആ എന്നെയായിട്ട് ഈ കളറാകുമ്പോ പ്രിയന്റെ ഒന്നും മിണ്ടുന്നില്ല. അമ്പായിക അത് നമ്മളെ പഴയ ഇത് ഈ ഒരു കളർ കാണണമെങ്കിൽ നമ്മൾ പഴയ ഷോർട്സ് വീഡിയോയിൽ ഉണ്ടാവും. ഷോർട്സ് എടുത്ത് നോക്കി അമ്മ ഉണ്ടാവും ഇങ്ങനെ ആകെ മറ്റേ ബ്രൗൺ കളർ എന്നാന്നത് ഒരു അങ്ങനത്തെ ഒരു കളറാ വന്നിനി. റോസ് മിന്ന അത് അല്ലെ അല്ലെ അങ്ങനെ ഇല്ല ഒരു കളറാ വന്നിനി. നമ്മള് പഴയ മൈലേഞ്ചിലിട്ടെന്ന കളറ് പഴയ ഷോർട്സ് വീഡിയോയിലുണ്ട് അമ്മ അങ്ങനെ. അത് കഴിഞ്ഞിട്ട് അമ്മക്ക് ആകെ വേവിലാതിയായിട്ട് എന്നാ ചെയ്യണ്ട്. ഞാൻ എപ്പോഴും രാവിലെ തലയിലും കുളിച്ചു കഴിഞ്ഞിട്ട് അമ്മ കൺമഷീടെ കൊണ്ടുവെക്കും. ആ പേരൊന്നും അറിയില്ല, ഒരു കൺമഷി കറുത്ത കളറാവാൻ വേണ്ടിട്ടല്ലേ. അതെത്തി ലീലമ്മ തടും പോലെ ഇങ്ങനെ തടും നല്ലോണം. ആ അമ്മയും അതാ ചെയ്യലല്ലേ. ആ അപ്പൊ അങ്ങനെയാണ്. അപ്പൊ മണിക്കൂട്ടന് ചെറിയൊരു ആശ്വാസം ഉണ്ട് കേട്ടോ ഇപ്പം അല്ലെ. മണിക്കൂട്ടൻ ഇപ്പൊ ഇതുവരെ മണിക്കൂട്ടൻ ഒരു കമാന്ന് പറഞ്ഞ ഒരു അക്ഷരം വേണ്ടിയിട്ടാ വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് ഒന്നും വേണ്ടിയിട്ടുണ്ടായിട്ടില്ല. ഒരേ ഉറക്കായിരുന്നു. ആകെ ക്ഷീണമായിട്ട് ഡൗൺ ആയി. അതിന്റെ ഇടയ്ക്ക് ഛർദിയെല്ലാം വന്നു മണിക്കൂട്ടന്. ആകെ ഇന്ന് ഫുള്ള് ഡള്ളായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരാം. ഇപ്പം ആ ഒരു രാവിലെ ഒരു ഗ്ലാസ് ചായ വരെ ഇല്ല അവൻ എല്ലാം വൊമിറ്റ് ചെയ്ത്. അത് ഞാൻ 2 മണിക്കൂർ ഇപ്പൊ വന്നിട്ട് ഉറങ്ങി. അത് കഴിയുമ്പോ കുറച്ച് ആശ്വാസം. മണിക്കൂറിന് ചെറിയൊരു ആശ്വാസം വന്നിട്ടുണ്ട്. ഒരു അപ്പൊ നമ്മള് ഇപ്പം പോകുന്നത് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എവിടെയാ പ്രിയ നമ്മള് പോകുന്നത്? കളർ അടിക്കുന്നുണ്ട് പറഞ്ഞത്. അങ്ങനെ മേതൂട്ടിന്റെ കളറൊന്നും അടിക്കൂല കേട്ടാ. നിന്റെ കളർ അടിച്ചത് ഇപ്പൊ ഇവിടെ കാണുന്നുണ്ട്. സാമ്പിളായിട്ട് അടിച്ചല്ലേ നീ? ഇത് ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ പിന്നെ പ്രിയ കളർ അടിച്ചത്. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ നീ ഇങ്ങനെ ചെയ്യുന്നത്? ഇപ്പം നീ പറഞ്ഞിട്ടൊന്നുമില്ല. അമ്മ പറഞ്ഞു എടി കള്ളി. എന്നാലും എനിക്ക് ഓർമ്മയൊന്നുമില്ല. അത്ര വിഷയങ്ങളൊന്നും അല്ല അല്ലേ. നമ്മളിപ്പ ഇങ്ങനെ പോകും കേട്ടോ മേതു. ഞാൻ നിന്നെ പിടിച്ച് വിളിച്ചു. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മളിപ്പം പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞും മണിയുടെ മുടി മുറിക്കാൻ എന്നൊന്നും പറഞ്ഞൂടാ. ചെറുങ്ങനെ അറ്റം കട്ട് കൊടുക്കാൻ, അറ്റം കട്ട് ചെയ്യൽ മാത്രമായിരിക്കും. ചിലപ്പോ മൊട്ടയടിക്കും, ചിലപ്പോ എന്താണ് എങ്ങനെയാ മുടി മുറിക്കുന്നതെല്ലാം നമുക്ക് ഒരു കാപ്പ് അത് മുടി സ്പ്ലിറ്റൻസ് വരുന്നുണ്ട്. അപ്പൊ നമ്മള് ചെയ്താലും പുതിയൊരു ഹെയർ സ്റ്റൈൽ ആവട്ടല്ലേ, ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ അങ്ങനെ ഓടി പിടിച്ച് പയ്യന്നൂർ എത്തുമ്പോഴത്തേക്ക് നല്ല ബ്ലോക്ക് അല്ലേ. നല്ല ബ്ലോക്ക് ഒന്നാമതെന്ന് വെച്ചാല് സിനിമേന്റെ ടൈമായതേ. അപ്പൊ ആടുന്ന് ആൾക്കാർ ഇറങ്ങുന്നതും പുതിയ ആൾക്കാർ കേറുന്നതും ആയതുകൊണ്ട് ഈ ഒരു സമയത്ത് എപ്പോഴും ബ്ലോക്ക് ഉണ്ടാവില്ല. അപ്പൊ നമ്മളത് മറന്നും പോയി. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പിന്നെ ഒരു സ്പൈഡർമാൻ ഇവര് മണിക്കൂട്ടനും മേതൂട്ടി പറഞ്ഞ സ്പൈഡർമാൻ കാണാൻ പോകാന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ പെട്ടെന്ന് ഡിസൈഡ് ചെയ്ത് ചില 10 മിനിറ്റ് മുന്നേ അങ്ങനെ നമ്മള് ചാടിപ്പടച്ച് ഇവിടെ എത്തി കഴിഞ്ഞ പാട് ഇതേപോലെ ഇതേ സ്ഥലത്ത് വെച്ചിട്ട് പിന്നെയും ബ്ലോക്ക്. പക്ഷെ അന്ന് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് എത്തി കേട്ടാ. ഇത്ര ബ്ലോക്ക് ഉണ്ടായിട്ടില്ല. നല്ല മഴയായിരുന്നു. അങ്ങനെ ഒരു 10 മിനിറ്റ് നമ്മൾ ലേറ്റ് ആയി. അങ്ങനെ സ്പൈഡർമാൻ കണ്ടു. ഈ ഏരിയ നമ്മൾ മുന്നേ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നേരത്തെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലോക്ക് അങ്ങ് മാറി കിട്ടുമായിരുന്നു. ഇനിയിപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. മേതോട്ടി സിനിമ ഇനിയിപ്പം അതെ ഞാൻ പറഞ്ഞ 7:30 ആയില്ലേ. ഇറങ്ങുന്നതുമായി പുതിയ ആൾക്കാർ പിന്നെ നമ്മുടെ മറ്റേ റോഡിന്റെ പണി തീർന്നിട്ടില്ല, മെയിൻ റോഡിന്റെ. അപ്പൊ ഈ നമ്മളൊരു ചെറിയൊരു പഴയ മെയിൻ റോഡിലേക്ക് കൂടിയാന്ന് പോലെ. അപ്പൊ അത് തിയേറ്ററുമായിട്ട് കണക്ട് ചെയ്യുന്നത് നാട്ടിൽ ഇങ്ങനെ ഇത് ഇപ്പഴത്തെ പോകുന്ന ഇത് ഇവിടെ നിർത്തി വെച്ചാൽ എല്ലാരും തിരിച്ചു വെച്ചില്ല. അവര് കിട്ടില്ല, ഒരേ മുന്നോട്ട് കാണിച്ചത് ഇപ്പത്തെ അവസ്ഥ കാണിച്ചു കൊടുത്തേ. അതിന്റെ ഇടക്കൊക്കെ കയറുന്നു. ഇത് ഇവിടെ സൈഡാക്കിയത് പോലെ ഉണ്ട് കേട്ടാ. അതെയാ കിട്ടില്ല ഇതിന്റെ വേക്കില് വന്ന നമുക്ക് പണിയണ്ടല്ല. ഇതിനായിട്ട് കെട്ടില്ലോറ് വേഗം പോകുന്ന വെച്ചിട്ട് അതിന്റെ വേക്കില് കയറി. അപ്പോഴത്തേക്ക് അതാന്ന് നീങ്ങുന്നില്ല. ഇൻഡിക്കേറ്റർ ഇട്ട് സൈഡ് എടുത്തോ. അങ്ങനെ നമ്മുടെ മേതൂട്ടി ഇവിടെ വന്ന് കുളി കഴിഞ്ഞു കേട്ടാ. ഇത് പ്രിയ നിന്നെ ഇതുവരെ
ഇതുപോലെ വിടില്ല. കുളിപ്പിക്കാൻ വിടുന്ന പാട് ഇതൊക്കെ ആള് കുളിപ്പിക്കുന്ന തല കഴുകുന്നു. ആരും തല കഴുകണമെന്ന് ചോദിച്ചേ. അപ്പൊ ഇവിടെ വന്നേ പിന്നെ ഒരു പ്രശ്നമില്ല. ആയില്ല അവര് ഇവിടെ എത്തുമ്പോ ഭയങ്കര താല്പര്യം അല്ലേ? മേലും കൂടെ കുളിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കുളിയായി. മേലോട്ട് നിന്നെ മേലും കൂടി കുളിപ്പിക്കാൻ പറയട്ടെ മൊത്തത്തില്. മുട്ടയടിച്ചാലോ? മുട്ടയടിച്ചാലോ? വീട്ടിൽ മുട്ടയടിച്ചാലോ? അച്ഛൻ്റെ അടിച്ചാലോ? എന്റെ പിന്നെ മുട്ട തന്നെ. ഇനി മുട്ട അടിക്കാനൊന്നുമില്ല. ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് പോകുന്നുണ്ട് എൻ്റെ. ഇപ്പം കുറച്ചാൾ മുട്ടയാവും. ഇല്ല ഇപ്പോഴും പിന്നെ നമ്മൾ അങ്ങനെ ഇങ്ങനെയെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ നമ്മുടെ ഇതിൻ്റെ ചുരുണ്ട മുടികൾ നീർക്കുകയാണ് കൂട്ടുകാരെ. മുടി നീർക്കൊണ്ടിരുന്നു സ്ട്രൈറ്റ് ആക്കിയിരുന്നു. സ്ട്രൈറ്റിൻ്റെ ഇല്ലേന്ന് കണ്ണാടി കാണുന്നുണ്ട്. മേതുട്ടീൻ്റെ മുടി മുറിച്ച് നിൽക്കുന്നത് ഒരു ആളൊക്കെ ഉണ്ട്. നേക്കുട്ടീനെ കിട്ടും അല്ലേ? അതെ. മേക്കുട്ടി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അതേ ക്ലാസ്. അതല്ലേ 1B അല്ലേ? 1C, മേക്കുട്ടി 1B. നയാന്നല്ലേ പേര്? നയാന്നല്ലേ പേര്? ഇനായ. ഓ ഇനായാണോ? ഇനായ മുടി മുറിച്ച് കഴിഞ്ഞില്ലേ? ഇനായക്കുട്ടി ഇപ്പൊ മുടി മുറിച്ചു. നല്ല സുന്ദരി കുട്ടി. ഇഷ്ടപ്പെട്ട മുടി മുറിച്ചത്? നമ്മുടെ മേതുട്ടി കഴിഞ്ഞു ഒന്നല്ലേ? നമ്മളെ കേളി ഹെയറെല്ലാം മാറ്റി നല്ല സ്ട്രെയിറ്റ് ആക്കി സന്തോഷമായി ഒന്ന്. മേതുട്ടിക്ക് ഇഷ്ടപ്പെട്ടാ മുടി മുറിച്ചത്? അങ്ങനെ കേളി ഹെയറുകാരി സ്ട്രെയിറ്റ് ഹെയറുകാരി. എനിക്ക് എന്താ പറയുന്നതെന്ന് അറിയാം. ഇത് ചെറുങ്ങനെ ചുണ്ടി ചുണ്ട് വരുന്നുണ്ടോന്നു. നാളെ ഒന്നും കൂടെ വരാണ്. ഞാൻ പറയുന്നത് ഇവിടെ നമുക്ക് ബ്യൂട്ടീഷ്യൻ പഠിപ്പിക്കാം. അതെ അതാ ഇവക്ക് നല്ലത്. എപ്പോഴും അപ്പൊ നിങ്ങക്ക് സ്ട്രെയിറ്റ് ആക്കാല. എങ്ങനെയുണ്ട്? പക്ഷെ എനിക്ക് കൊറേ ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് കേളി ആയിരിക്കണം. അപ്പൊ എല്ലാവർക്കും അങ്ങനെയായിരിക്കും അല്ലെ? ഇല്ലത് അവർക്ക് ഇഷ്ടപ്പെടൂലല്ലോ. എനക്കും കേളി ഹെയർ ഇഷ്ടം. പക്ഷെ എന്റെ മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാണ്. മുടി ഇല്ലാന്ന് പറയണ്ട. അല്ലാതെ ശ്രീനാട്ടം പറയുമ്പോൾ എന്നുകൂടിയായില്ലത്. നിങ്ങളെയാണില്ലെങ്കിൽ ആ ബുദ്ധനാക്കോളാം. ഒരു ബുദ്ധനായിട്ടിരിക്കുന്നു കേട്ടോ വെള്ളവും കൊണ്ട്. ഇവിടെ മുടിയും മുറിച്ചിട്ട് എനിക്ക് പീട്ടി പോലും. സമയം 10 മണിയാവാനായി. ഇന്നിനിപ്പോ ആവൂല. ഇന്നിനി ആവൂല മോളെ. നടന്ന് കരിയാണ്. 9 മണിയായി. ആ ഇനിയിപ്പോ ആവൂല. നാളെ രാവിലെ പോവാൻ ഡാൻസിനെല്ലാം പോവാൻ. അങ്ങനെ നമ്മളിപ്പോ നേരെ വീട്ടിലോട്ട് പോലെ അല്ലേ? അതിന്റെ ഇടയ്ക്ക് സൂപ്പർ മാർക്കറ്റ് കയറിയിട്ടുണ്ടായിരുന്നേ. അതെ എന്തോ പറയണം. ന്യൂസ് വന്നായിരുന്നേ. എത്ര കൊമ്പും മുറിച്ചാൽ എന്തോ റോഡ് സൈഡിൽ ഒരു കത്തിയാറ്റം വെക്കുന്ന ഒരാളുണ്ട്. അപ്പൊ അവര് മൈക്കിട്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എത്ര എന്ത് കൊമ്പും വെട്ടി അത്രയും മൂർച്ചാന്നില്ലത് പറയുന്നതാണ്. അതാണ് മേതുട്ടി. അപ്പൊ മേതുട്ടി അതിന്റെ ഇടയ്ക്ക് ഒരു സ്ലൈം മേടിച്ചിട്ട് കൊടുത്ത്. മേതുട്ടിന്റെ സ്ലൈമിന്റെ ബാഗിലല്ലേ ഭയങ്കര സോഫ്റ്റ് ജെല്ല്. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത് ഒരു അതെ അത് കാണിച്ചു തന്നെ. നമ്മള് പോയിന്റ് നമ്മൾ പറയുന്ന കാര്യത്തിൽ നിന്ന് തെറ്റിപ്പോയി. നമ്മള് ഒരു സൂപ്പർ മാർക്കറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് സൂപ്പർ മാർക്കറ്റ് കയറി സലൂണിൽ കയറി. അപ്പൊ നമ്മള് അറിയുന്ന കുറെ കുട്ടികള് പറഞ്ഞു നിങ്ങളെ വീഡിയോസ് കാണലുണ്ട് എന്നെല്ലാം പറഞ്ഞു. പാലം കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷല്ലേ? പിന്നെ സന്തോഷം കൂടുതലും കുട്ടികളാട്ടോ. നമ്മുടെ മേതുട്ടീനെല്ലാം കണ്ടു കഴിഞ്ഞാല് പെട്ടെന്ന് മനസ്സിലാവും കുഞ്ഞുങ്ങളാണെന്നല്ല വീഡിയോ കൂടുതൽ കാണില്ല. ഷോർട്സ് ആയതുകൊണ്ട്. അപ്പൊ ഷോർട്സുകളാണ് കൂടുതലും കാണുന്ന ആൾക്കാർ. അപ്പൊ എല്ലാവർക്കും ഒരുപാട് സ്നേഹവും നന്ദിയും കടപ്പാടലുണ്ട്. ഫോളോ ചെയ്യണ്ടപ്പാ. നമ്മളെ വീഡിയോ കാണുന്നവർക്ക് തന്നെ നമുക്ക് ഒരുപാട് സ്നേഹം അല്ലേ? ശ്രീനാട്ടൻ പറഞ്ഞു പറഞ്ഞ് വളക്കുമ്പോ തെറ്റിപ്പോയാ.
അപ്പൊ ഒരാൾക്ക് നല്ല ഹാപ്പി ആയേ മുടി ഇങ്ങനെ മുറിച്ച് കിട്ടിയത് കൊണ്ട്. അതില് ഹാപ്പി ആയതെന്ന് പറഞ്ഞാൽ സ്ലൈം വാങ്ങിയത്. സ്ലൈം വാങ്ങിച്ചത് ഇതാണ് ആ സ്ലൈമ്. ഇതിൽ നിറച്ചും സ്ലൈം ഉണ്ട്. അതായല്ല അത് വേഗം കേളിയാവും. അത് കേളിയാവും. നീ എന്ന് വിചാരിച്ചു ഇത് പെർമനന്റ് ആവുന്ന എപ്പോഴും അങ്ങനെ ആവുന്ന അത് അത്രയും നാളെ രാവിലെ നീ എണീക്കുമ്പോ ഫുള്ള് ചുരുളിയാവും. അതെ, നമ്മള് ആ ക്ലേ തന്നെ വാങ്ങിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്ലേ മേടിച്ചിട്ട് കൊറേ നാള് നിന്നിനെ. ക്ലേ അല്ല സ്ലൈം തന്നെ അല്ലേ അതും. അപ്പൊ അത് മേടിക്കാന്ന് വെച്ചിട്ട് ഞാൻ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. അത്ര സോഫ്റ്റ് ഇത് എല്ലായിടത്തും ഒട്ടും ഇത് ഇതെന്ന് വെച്ചാൽ സീറ്റിലും ആടിയിട്ടെല്ലാം ഒട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇനിയിപ്പൊ നമ്മള് നേരെ വീട്ടിലോട്ട് പോവേന്ന്. വേണ്ട വേണ്ട ഇടണ്ട, പിന്നെ അച്ഛന് ബുദ്ധിമുട്ട്, അലക്കാൻ ബുദ്ധിമുട്ടാണ്, ഒട്ടിപ്പിടിക്കും. അപ്പൊ ഇന്നത്തെ നമ്മുടെ മേതൂട്ടിയുടെ മുടി ഒരിക്കൽ ബ്ലോഗ് ഇത്രയും. എല്ലാരും അഭിപ്രായം പറയണ്ട. മേതൂട്ടിക്ക് പിന്നെ സ്ട്രൈറ്റ് ഹെയർ ആണ്. അതെ, അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും കമന്റ് ഉണ്ട്. മേതൂട്ടിയുടെ കേളി ഹെയർ ആണോ ഇഷ്ടമല്ല ഇപ്പം സ്ട്രൈറ്റ് ഹെയർ ആണോ ഇഷ്ടം? അത് ഞാൻ മേതൂട്ടിനെ കേൾപ്പിക്കൂട്ടോ. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ മേതൂട്ടിക്ക് പക്ഷെ സ്ട്രൈറ്റ് ആണ് ഇഷ്ടം. പക്ഷെ എനിക്ക് കേളിയാണ് മേതൂട്ടി. എനിക്കും മേതൂട്ടിക്ക് കേളിയാ ഇഷ്ടം. മണിക്കൂട്ടന് സ്ട്രൈറ്റ് തന്നെയാണ്. അല്ല അമ്മക്ക് കേളിയാവുന്ന മേതൂട്ടിക്ക് കേളിയാവുന്ന അമ്മക്ക് ഇഷ്ടം. അത് കൺഫ്യൂഷൻ അല്ല. അപ്പൊ ഇന്നത്തെ എല്ലാവരും അവരവരല്ലേ നമുക്ക് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങളെ അഭിപ്രായം പറയാ. അപ്പൊ പുതിയ വിശേഷങ്ങളായിട്ട് ഇതന്നെ നീ ഇപ്പൊ കാണിച്ചു കൊടുത്തേ. ഇതിനോളെ എല്ലാ ദിവസവും കാണിച്ചു തരും. ഇത് തീരുന്നവരെ നിങ്ങളെ കാണിച്ചു തരും. അപ്പൊ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ. Bye bye. Like and subscribe, comment and ding ring bell. Bye bye.